നിനക്ക് ഒറ്റക്കൊറ്റക്ക് മുട്ടിക്കാനോ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടന്റിന്റെ ബേസിൽ എടുത്തിട്ട് തിരിച്ചതിന് റിപ്ലൈ കൊടുക്കാനോ അതിനൊന്നും നിന്നെ കൊണ്ട് പറ്റൂല. നിനക്ക് വല്ലവരുടെ സപ്പോർട്ട് വേണം, വല്ലവരുടെ നിന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരണം, എല്ലാവരും നിന്നെ പാമ്പർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. അതൊന്നും ചെയ്യാണ്ട് നിനക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ കക്ഷത്തിനിടയിലാക്കി വെച്ചിട്ടുള്ള കുറെ ആൾക്കാരെ വെച്ചിട്ട് റിപ്പോർട്ട് എടുപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് അങ്ങ് പൂട്ടിപ്പിക്കുക. ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് റേറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ഒരു ഇൻഫ്ലുവൻസറിന് സ്വന്തം വിളിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഏറ്റവും നല്ല കുറച്ച് ക്വാളിറ്റീസ് എങ്കിലും നിനക്ക് നിന്റെ ലൈഫിൽ നിന്നിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും ബേസിക് നല്ല ക്വാളിറ്റീസ് ഒരാൾക്ക് ഉണ്ടാകുമ്പോഴേ അവർക്ക് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റും. നീ നിന്നെ തന്നെ വിളിക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. ഓക്കെ, അപ്പൊ നീ എങ്ങനെയാണ് സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നീ ചിന്തിച്ചു നോക്ക്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് തിരിച്ച് സംസാരിക്കാനോ അതിനുള്ള കഴിവോ പ്രതികരിക്കാനുള്ള കഴിവില്ലാണ്ട് അവർ അക്കൗണ്ട് അടിച്ച് കളയുന്നതല്ല ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ്. ഹലോ ഗൈസ്, നിങ്ങളെല്ലാരും നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്ത് നല്ലൊരു വെൽക്കം ഒക്കെ ചെയ്ത് സംസാരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനുള്ളത്. കുറച്ചു പേർക്കെങ്കിലും അറിവായിരിക്കും എൻ്റെ ഒരു പേജ്, എനിക്ക് 2-3 പേജസ് ഉണ്ട്. അതിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്താണ്. ട്രാവൽ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ്, റിയാക്ഷൻസ്, അതുകൂടാണ്ട് എൻ്റെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഒരു പേജ് റീസെന്റ് ഒരു റോക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഫ്ലുവാണറിന്റെ ഇൻഫ്ലുവൻസ് കാരണം എൻ്റെ പേജ് ഹാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആൻഡ് അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ഇപ്പൊ എന്താ നടക്കുന്നത്, ഇത് ഏത് യൂണിവേഴ്സ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പൊ കുറെ ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്യും. യൂണിവേഴ്സ് ഏതാണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയട്ടെ. ഒരേ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലുള്ള 2 ആൾക്കാരാണ് ഞാനും ഈ റോക്സി എന്ന് പറഞ്ഞ ഗെയിമറും. ആള് ഗെയിമർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഗെയിംസ് ഒന്നും കളിക്കാറില്ല. ആകെ ചെയ്യുന്നത് വല്ലവരുടെയും വീട് വെച്ച് കാണും, അതിന്റെ അടിയിൽ വന്നിരുന്നിട്ട് കുണച്ചിട്ട് എന്താണ് ഒരുമാതിരി ഈ പട്ടി തീട്ടം കണ്ട പോലത്തെ ചിരി ചിരിക്കും. അങ്ങനെ ചിരിച്ചിട്ട് ആ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. അതിന്റെ കൂടെ നിങ്ങളെ ആണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ടൈപ്പ് വീഡിയോസ് ഇടാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും. അതായത് മെയിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ വീഡിയോസ് അത് ഇതൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ബാക്കി ഗേൾസ് സ്ട്രീമേഴ്സിനെ ഒക്കെ വില കുറച്ച് കണ്ടുകൊണ്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരുടെയും യുണീക്ക് ആയിട്ടുള്ള എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഇതിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിത്വം ഇല്ലാത്ത ഒരു പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ പോലും പറ്റാത്ത ഒരു 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 പുള്ളിക്കാരി. അതാണ് സ്വന്തമായിട്ട് ഇൻഫ്ലുവൻസർ എന്നാണ് പുള്ളിക്കാരി സ്വന്തം വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ആ പുള്ളിക്കാരിയെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്കാരിയെ പറ്റിയിട്ട് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രൈവറ്റ് ബസ് കണ്ടപ്പോഴത്തേക്ക് വായ പൊളിച്ച് അളിയോ പ്രൈവറ്റ് ബസ് എന്നും പറഞ്ഞ അളിഞ്ഞു വീണ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2 ദിവസത്തിന് ശേഷമാണ് പുള്ളിക്കാരുടെ ഇന്റർവ്യൂ വന്നത്. ഇന്റർവ്യൂ ആണെങ്കിൽ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യം, ആ കാര്യത്തിനെതിരെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ഡെപ്യൂട്ടി മാനേജറാണ്, ബാങ്കിൽ ഡെപ്യൂട്ടി മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ആങ്കർ ചോദിക്കുന്നു, ഞാൻ ഈ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ട് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡെപ്യൂട്ടി മാനേജറുടെ ജോലി രാജിവെച്ചിട്ട് ഇതേപോലൊരു സ്ട്രീമിങ്ങിൽ ഒട്ടും സെക്യൂർ അല്ലാത്ത സ്ട്രീമിംഗ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ടെൻഷനാണ്. എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ച സമയത്ത് പുള്ളിക്കാരി അതിനെ ഭയങ്കര വില കുറച്ച് കാണുകയും പ്ലസ് എന്തോ ഈ ഡെപ്യൂട്ടി മാനേജർ എന്ന് പറഞ്ഞ ബാങ്കിലുള്ള ഒരു പൊസിഷനിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 10,70,000 രൂപ വരെ ശമ്പളം കിട്ടുന്ന ഒരു പൊസിഷനാണ് ഈ ഒരു ഡെപ്യൂട്ടി മാനേജർ എന്ന് പറഞ്ഞ ജോലി. അപ്പൊ ആ 10,70,000 രൂപ വരെ ശമ്പളം കിട്ടാനുള്ള ജോലി കളഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലോട്ട് വന്നിട്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന വ്യക്തിയാണ് റോക്സി. കഴിഞ്ഞ 5 മാസമായിട്ടാണ് പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നത്. നല്ല റീച്ച് ഉണ്ട്. 2,70,000 ഫോളോവേഴ്സ് എന്തോ ഉണ്ട്. അതെന്താ ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഒരു ദിവസം 10 വീഡിയോ വെച്ചിട്ട് വല്ലവരുടെ വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ട് എടുത്തിട്ട് കിട്ടുന്ന വ്യൂസ് ആണത്. സോ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ പുള്ളിക്കാരി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. 6 വർഷമായിട്ട് ഒരു ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാണ്, ജോലിയൊക്കെ രാജിവെച്ച് വന്നിട്ട് യൂട്യൂബിൽ ഗെയിമിംഗ് സ്ട്രീം തുടങ്ങിയിട്ട് ആരും ഒന്നും ആവാനൊന്നും പോകുന്നില്ല. അത്രക്കുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഗെയിമിംഗ് സ്ട്രീമിംഗ് കാര്യങ്ങളൊന്നും കിട്ടില്ല. നിങ്ങൾ മറ്റേത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഗെയിമിംഗ് സ്ട്രീം, ഐ റിപ്പീറ്റ്, ഗെയിമിംഗ് സ്ട്രീം ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് പുള്ളിക്കാർക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടി. അപ്പോൾ പുള്ളിക്കാരുടെ ലൈവിൽ എന്നെ പറ്റിയിട്ട് ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കെതിരെ വന്ന ഒരു അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, ഞാൻ തൊപ്പിയുടെ ലൈവിലൊക്കെ പോയി ഡാൻസ് കളിച്ച് അവരുടെ പറച്ചുണ്ടാക്കിയ ഫോളോവേഴ്സ് ആണ് എന്റേത് എന്ന് അവള് പറഞ്ഞു. എന്റെ ഫോളോവേഴ്സ്, ഞാനിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള റീച്ച് എന്ന് പറഞ്ഞാൽ തൊപ്പി പോലുള്ള ഒരാളുടെ വീട്ടിൽ പോയി അവരുടെ ലൈവിൽ പോയി ഡാൻസ് കളിച്ച് തൊലിച്ചുണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്.
സോ ഞാൻ ഈ പറച്ചും തൊലിച്ചും ഉണ്ടാക്കി എന്ന് പറയുന്ന ഫോളോവേഴ്സിന്റെ കാര്യം പറയുന്ന പുള്ളിക്കാരി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊപ്പിയുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊപ്പിയുടെ വീഡിയോസ് ഒക്കെ റിയാക്ട് ചെയ്യുക. അതിനുശേഷം എന്റെ വീഡിയോസ് ഒക്കെ അവിടെ കൊണ്ടുപോയി ഇടാ, തൊപ്പിയുടെ ഡിസ്കോഡിൽ ഇട്, എന്നെ അവിടെ കാണട്ടെ, ഞാൻ അവന്റെ 10th മെമ്പറായി പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈവിൽ ഇരുന്ന് മെഴുകുക. ഈ പറയുന്ന മഹത് വ്യക്തി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊപ്പിയുടെ, ഈഗിളിന്റെ, അതേപോലെ സായിപ്പിന്റെ, കൂടാണ്ട് ബാക്കി കുറെ കാറിന്റെ വീഡിയോസ്, ചെക്കന്മാർക്ക് കോമൺ ആയിട്ട് ഇഷ്ടമുള്ള ബാക്കി എന്തൊക്കെ കാര്യങ്ങളുണ്ടോ, മെയിൽ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വരുന്നത് വേറെ എന്തൊക്കെ ടോപ്പിക്സ് ഉണ്ടോ, അതിലൊക്കെ റിസർച്ച് ചെയ്ത് അതേ കണ്ടന്റ്സ് ഒക്കെ തന്നെ അങ്ങനെ കൊടുത്ത് ഒരു ടൈപ്പ് ഓഫ് ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ലൈവും കാര്യങ്ങളും ചെയ്ത് അതിനുള്ള വീഡിയോസ് ഒക്കെ ഒരു ദിവസം 10 വെച്ചിട്ട് ഈ ആൾക്കാരുടെ ഒക്കെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടാണ് ഇത്രയും പുള്ളിക്കാരെ ആക്കിയത്. അപ്പൊ പുള്ളിക്കാർക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന്റെ വിലയോ ഒരു ഹാർഡ് വർക്കിന്റെ സംഭവം ഒന്നും പുള്ളിക്കാർക്ക് അറിയില്ല. പുള്ളിക്കാർക്ക് ജസ്റ്റ് വന്നിട്ട് ചിരിക്കും, അതുപോലെ എന്തെങ്കിലും കൊണക്കും ചെയ്തിട്ട് പോയിട്ട് ഉണ്ടാക്കുന്ന ഫോളോവേഴ്സോ അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സാധനം ആണെന്ന് പുള്ളിക്കാർക്ക് അറിയില്ല. ഓക്കെ, പുള്ളിക്കാർക്ക് ഇത് മാത്രമേ അറിയുള്ളൂ, കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഈ കഴിവില്ലാത്ത കുട്ടി കഴിവുള്ള ആൾക്കാരെ കളിയാക്കുന്ന കാണുമ്പം കഴിവുള്ള ആൾക്കാർക്ക് കൊള്ളും, മനസ്സിലായോ? അപ്പൊ പുള്ളിക്കാരി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ, അതായത് ബാക്കി ഗേൾസ് സ്ട്രീമേഴ്സിനൊന്നും പ്രതികരിക്കാൻ പോലുള്ള ഒരിതില്ല. ഇവിടെ ബ്രൈറ്റ് ഫോക്സ് ഉണ്ട്, ഇവിടെ ലൈറ്റ്സ് ഗെയിമിംഗ് ഉണ്ട്, ഇവിടെ പാറു ഗെയിമിംഗ് ഉണ്ട്, ലെക്സി ഉണ്ട്, കാറ്റി ഉണ്ട്, കപ്പ് കേക്ക് ഗെയിമിംഗ് ഉണ്ട്, ഒരുപാട് ഗേൾ സ്ട്രീമേഴ്സ് കേരളത്തിലുണ്ട്. ഓക്കെ, പിന്നെ റിയാക്ഷൻ വീഡിയോ തന്നെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ മാത്രമല്ല, ബ്രൈറ്റ് ഫോക്സും മറ്റു പല പല ഗേൾ സ്ട്രീമേഴ്സും റിയാക്ഷൻസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ നീ പറയുന്ന ധൈര്യം, നീ ഇപ്പൊ വന്നിട്ട് 5 മാസം മുന്നേ വന്നിട്ട് ഇവിടുന്ന് കൊണക്കുന്നതിന് മുന്നേ നിന്നിങ്ങാട്ടും വലിയൊരാളെ എക്സ്പോസ് ചെയ്തിട്ട് ആ ആൾക്ക് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് പോലും ഇല്ലെങ്കിൽ അതിനൊക്കെ ചെയ്യാനുള്ള ധൈര്യമുള്ള പെൺപിള്ളേരുടെ ഉണ്ട്. ആരെ പറ്റിയാ പറയുന്നത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും തോന്നുന്നു. സോ ഈ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തെ തുടർന്ന് ഞാൻ ഇട്ട ഒരു വീഡിയോ, എന്നെ തൊപ്പീന്റെ കാര്യം പറഞ്ഞിട്ട് പുള്ളിക്കാരി എനിക്കെതിരെ പറഞ്ഞ ഒരു വീഡിയോക്ക് റിയാക്ഷൻ ചെയ്തിട്ട് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറ്റോട് റിയാക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരു 400K വ്യൂസ് ഒക്കെ ആവുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരിക്ക് നല്ല നെഗറ്റീവ് കിട്ടാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് കാണിക്കുന്നത് പുള്ളിക്കാരുടെ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഏകദേശം നല്ല നെഗറ്റീവ് വരാൻ വേണ്ടി തുടങ്ങി. ആൾക്കാർക്ക് മനസ്സിലായി എങ്ങനെയുള്ള ഒരാളാണ് പുള്ളിക്കാരി, എന്തൊക്കെ ഉടായ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായപ്പോ പുള്ളിക്കാരിക്ക് കുരുപൊട്ടി. പിന്നെ എങ്ങനെയെങ്കിലും എന്നെ അടിച്ചിരുത്തണം എന്നുള്ള സാധനമായി. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസീവ് ആയിട്ടുള്ള റിപ്പോർട്ട് വരാൻ വേണ്ടി തുടങ്ങി. പുള്ളിക്കാരുടെ കീഴിൽ കക്ഷത്തിലാക്കി വെച്ചാണെങ്കിൽ കുറെ ആൾക്കാരുണ്ട്. പിന്നെ ഈ ചെക്കന്മാർ, ചെറിയ പിള്ളേർക്കൊക്കെ കുറെ എന്താണ് ഇങ്ങനെ കാറിന്റെ വണ്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന ചേച്ചിമാരെ കാണുമ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ. അപ്പോ ഇവരുടെ എല്ലാം സ്നേഹം കൊണ്ട് എന്റെ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടിട്ട് എല്ലാവരുടെ സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് റിപ്പോർട്ട് അടിച്ച് പണിക്കളയാന്നാണ് വിചാരിച്ചത്. സോ റിപ്പോർട്ട് അടിച്ച് 400K വ്യൂസ് കയറുമ്പോഴത്തേക്ക് അക്കൗണ്ട് പോയി. ഓക്കെ, അക്കൗണ്ടിലേക്ക് എനിക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായി. സോ ഞാൻ പിന്നെയും മറ്റേന്റെ അടുത്ത് സംസാരിച്ച് കുറെ പണിയെടുത്ത് കുറെ ടൈം എടുത്ത് ഒക്കെയാണ് ഞാൻ ആ അക്കൗണ്ട് റിക്കവർ ചെയ്തെടുത്തു. ഇന്നലെ തന്നെ എന്താ പറയണ്ട, അതിന്റെ എൻഗേജ്മെന്റ്, ആ വീഡിയോക്ക് വന്ന കമന്റ്സും അതിന്റെ എൻഗേജ്മെന്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രത്തോളം ആൾക്കാർക്ക് എന്താണ് സംഭവം എന്ന് പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ട് കുരു കൂട്ടിട്ടാകുമ്പോ ഇനി ഇത് വെച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് പിന്നെ അടുത്ത റിപ്പോർട്ടിംഗ് പരിപാടിയിലോട്ട് കടന്നു. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് ഇന്ന് ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഞാൻ ഈ സംഭവം കഴിഞ്ഞിട്ട് അവിടെ എൻഡ് ചെയ്തു. ഇനി ഇതിന്റെ മേളിൽ ഞാനൊരു വീഡിയോ ചെയ്യില്ലാന്നോ. ഞാൻ അന്ന് എടുത്ത വീഡിയോ തന്നെ 2 പാർട്ടായിരുന്നു. ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല, അതിന്റെ പകുതി മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഫുൾ വീഡിയോ ഞാൻ ഇടാതിരുന്നത് തന്നെ എനിക്ക് ഇനിയും ഇതിന്റെ ബാക്കിൽ പിന്നെയും ഇതിന്റെ പിറകിൽ തന്നെ പോകാൻ താല്പര്യമില്ല എന്ന് കരുതിയിട്ട് ഞാൻ ഒഴിവാക്കിയ സാധനമാണിത്. അപ്പൊ ഈ ഒഴിവാക്കിയ സാധനത്തിന് ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അതിന് റിപ്പോർട്ട് അടിച്ച് എന്റെ അക്കൗണ്ട് പിന്നെ ഇന്ന് ഞാൻ ലൈവ് ഇടുന്ന സമയത്ത്, ഞാൻ ഒരു 2-2:30 ആകുമ്പോഴത്തേക്ക് ലൈവ് ഇടുകയായിരുന്നു. ഈ ഒരു സമയത്ത് പുള്ളിക്കാരൻ ഞാൻ ലൈവ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണെന്നറിയില്ല, കറക്റ്റ് ടൈമിൽ തന്നെ വീണ്ടും പരിപാടി തുടങ്ങിയിട്ട് എന്റെ അക്കൗണ്ട് അടിച്ചുപോയി. ഓക്കെ, വീണ്ടും അക്കൗണ്ട് അടിച്ചുപോയി. അന്നേരം എനിക്ക് വേറെ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടും കുറെ പണിയെടുത്തിട്ടുമാണ് മറ്റേന്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെയാണ് എനിക്കത് റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റിയത്. ആ റിക്കവർ ആകുന്ന വരെ ഞാൻ ലൈവിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നേരം പുള്ളിക്കാരൻ എന്റെ ലൈവിലും ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ അതുവരെ എല്ലാ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ഇപ്പോഴും ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പുള്ളിക്കാരനെ വലിച്ചു കീറി ചുമരിലൊട്ടിക്കാൻ പറ്റുന്ന അത്രയും സാധനങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ പറയാണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്റ്റാൻഡേർഡ് അല്ല എന്റെ സ്റ്റാൻഡേർഡ്. എനിക്ക് നിന്റെ കുടുംബകാരമൊക്കെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിന്റെ ഫാമിലി മാറ്റേഴ്സോ അല്ലെങ്കിൽ നീ എങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റിലേറ്റഡ് സംഭവങ്ങളൊന്നും ഞാൻ പറയാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇപ്പോഴാണ് തോടിയ സ്ഥിതിക്ക് ഞാനതിന് പറയാം. എനിക്ക് ഇനി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും നാളെ ഞാൻ പറയാണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിന്റെ സ്റ്റാൻഡേർഡ് അല്ല ഉണ്ടായിരുന്നേ.
ഇപ്പൊ നീ എന്റെ അക്കൗണ്ട് വരെ അടിച്ചു കളഞ്ഞു. ഇതിനപ്പുറം എനിക്ക് സഫർ ചെയ്യേണ്ടോ അല്ലെങ്കിൽ ഈ കാര്യത്തിനപ്പുറം എനിക്ക് നിന്നെ തലയിൽ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഇനിയൊക്കെ നിന്നെ വിളിച്ച് കീറി ഒട്ടിക്കുന്നതിന് നമുക്ക് യാതൊന്നും പേടിക്കാനില്ല. അല്ലെങ്കിൽ നേരത്തെ പേടിച്ചിട്ടല്ല, എനിക്കൊരു ഒരു ഒരു എന്തോ ഒരു ഗിൽട്ട് ഫീൽ ഉണ്ടായിരുന്നു. പറയണ്ട, എന്തിനാ ഒഴിവാക്കാന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ആ ഫീല് കളയാൻ വേണ്ടി നിന്റെ എന്തായാലും ഈ ഒരു ആക്ഷൻ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. സോ ഇനിയും തുടർന്ന് വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നിനക്ക് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ്ലി നീ പറയുന്ന, നീ തന്നെ നിന്റെ കുഴി തോണ്ടി വെച്ചു എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും ഇടുന്ന ലൈവ് സ്ട്രീമിനകത്ത് അത്രയും മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് നീ തന്നെ നിനക്കുള്ള കുഴി മാന്തി വെച്ചിട്ടുണ്ട്. സോ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ട്. ആ ഹാക്ക് ആയെന്ന് പറഞ്ഞാൽ ഈ 2:30ക്കുള്ള സമയത്ത് ഇവള് പിന്നെ ഈ റിപ്പോർട്ട് അടിച്ച് പരിപാടി കഴിഞ്ഞ സമയത്ത് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ലൈവില് നല്ല പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഓൾമോസ്റ്റ് എല്ലാം ഞാൻ അന്നേരം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തായി, പുള്ളിക്കാരിക്ക് അത് നല്ല ഹേർട്ട് ആയിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ആയിട്ടുണ്ടാവും. കാരണം ഞാൻ എന്റെ ലൈവിലാണ് ഇതൊക്കെ പറഞ്ഞത്. പുള്ളിക്കാരി ലൈവിലാണ് എന്നെ പറ്റിയിട്ട് ഇതൊക്കെ പറഞ്ഞത്, പല അലിഗേഷൻസ് പറഞ്ഞിട്ടുള്ള ലൈവിലാണ്. സോ ഇപ്പോ 2:30ക്ക് പിന്നെ അക്കൗണ്ട് പോയിട്ട് പിന്നെ കുറെ മണിക്കൂർ കളിച്ചിട്ടാണ് എനിക്ക് അക്കൗണ്ട് റിക്കവർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ഈ ഇത്രയും മണിക്കൂർ കളിച്ചിട്ട് ഈവനിങ് ഇപ്പോ ഒരു 7 മണി 7:45 ആകുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അക്കൗണ്ട് ഹാക്ക് ആയി. ഫൈനലി റിപ്പോർട്ട് അടിച്ച് ഇത് മതിയായ സമയത്ത് പിന്നെയും നമ്മൾ തിരിച്ചെടുക്കുന്നത് കണ്ടപ്പോൾ ഇനി ഇത് വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അക്കൗണ്ട് ഹാക്ക് ആയി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് ഹാക്ക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. എന്റെ കാസറ്റ്, അഭിജിത്ത് എസ്, ഇപ്പൊ ഞാൻ. ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്നറിയോ? അവർ സത്യം പറഞ്ഞതാണ് പ്രശ്നം. ഇവർ സത്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് അവരുടെ പ്രശ്നം. എന്തെങ്കിലും നല്ല എന്താ പറയണ നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഒരാൾ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന സമയത്ത്, അത് തെറ്റാണെന്ന് പറയുന്ന സമയത്ത് അക്കൗണ്ട് അങ്ങ് അടിച്ച് കളയുക. ഇതാണ് ഇപ്പൊ നടക്കുന്ന ഒരു ട്രെൻഡ്. സോ എനിക്ക് ഇതിൽ അടിച്ചു പോയതിൽ എനിക്ക് എന്താ പറയണ്ട, എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട്, എനിക്ക് നല്ല ദേഷ്യമുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമാണത്. എന്ന് വെച്ചാൽ നിന്നെ പോലെ ചിരിച്ച് കളിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല. കണ്ടന്റ്സ് ഇട്ടിട്ട് മെയിൻ നമ്മളെ ഒപ്പീനിയൻസ് പറഞ്ഞിട്ടും നമ്മുടെ വ്ളോഗ്സ് ഇട്ടിട്ടും എന്താ പറയണ്ട, അങ്ങനത്തെ കാര്യങ്ങൾ ജെന്യൂൻ ആയിട്ടുള്ള കണ്ടന്റ്സ് കൊടുത്തിട്ടും, അല്ലാണ്ട് വല്ലവരുടെയും വീഡിയോ കണ്ട് കിണിച്ചിരുന്നിട്ട് നീ റിയാക്ഷൻ വീഡിയോ ചെയ്തതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ളവന്മാര് താഴ്ത്തി കിട്ടുന്നതാണ് എന്റെ പ്രശ്നം. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എത്രയോ ആൾക്കാർ അന്തസ്സായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും എന്താണ് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് അവരൊരു എഫേർട്ടെങ്കിലും എടുക്കും. എന്താണ് അവരുടെ ഒപ്പീനിയൻസ് പറയാൻ, ആ വീഡിയോനെ പറ്റി ഒരു ഒപ്പീനിയൻസ് എന്നും പറയും. ഇതൊന്നും പറയാണ്ട് ചുമ്മാ കിണിച്ചോണ്ടിരുന്ന മെയിൽ അറ്റൻഷന് വേണ്ടി മാത്രം ഇങ്ങനെ ഇരക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് നിന്റെ അടുത്ത് ഇത്രയും ഒരു ഡിസ്കസ്റ്റിംഗ് ഫീൽ തോന്നുന്നത്. സോ എന്റെ അക്കൗണ്ട് നീ ഇപ്പൊ ഹാക്ക് ചെയ്തതിനെ കൊണ്ട് നിനക്കിപ്പോ എങ്ങനെയാണ് ഇപ്പൊ എനിക്ക് ആ അക്കൗണ്ടിലേക്ക് ആക്സസ് ഇല്ല. എന്റെ അക്കൗണ്ടിലോട്ട് എന്റെ ആക്സസ് ഇല്ല. ഇപ്പൊ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനും എന്താണ് ഒതന്റിക്കേഷൻ ആപ്പും ഒതന്റിക്കേറ്ററിൽ വരെ ഇട്ടിട്ടാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. ഇപ്പൊ അക്കൗണ്ട് ലോക്ക് ആയ പോലെയോ അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് കയറാൻ പറ്റാത്ത പോലെയോ ഇപ്പോഴും അവർ ട്രൈ ചെയ്തുകൊണ്ട് കാണും തോന്നുന്നു. അതോ അവർക്ക് ഇപ്പൊ അതിനകത്ത് അവർക്ക് ആക്സസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ അക്കൗണ്ട് ഇല്ല. ഓക്കെ, എന്റെ അക്കൗണ്ട് എന്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ എനിക്ക് പാസ്വേഡ് അടിച്ചിട്ടോ എന്റെ ജിമെയിൽ ഐ ഡി വെച്ചിട്ടോ എന്റെ എന്താണ് ഫോൺ നമ്പർ വെച്ചിട്ടോ എന്റെ റിക്കവറി ഐ ഡി വെച്ചിട്ടോ എങ്ങനെയായിട്ടോ എനിക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ ഈ കുട്ടി ഞാനിത് സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു അക്കൗണ്ട് പോയി പിന്നെ അടുത്ത അക്കൗണ്ട് പോകാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ എന്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ എന്റെ അക്കൗണ്ട് പോയേക്കാം, എന്റെ ഈ ഒരു അക്കൗണ്ട് പോയേക്കാം. അങ്ങനെ അക്കൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിന്ന് എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കില്ല. ഇത് ഇങ്ങനെ അക്കൗണ്ട് പോയിട്ടുണ്ട് എന്നുള്ള സാധനം പറയാൻ വേണ്ടി ഞാൻ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റോറി കണ്ട ഉടനെ പുള്ളിക്കാരി വീട്ട് അടുത്ത സ്റ്റോറി തീവണ്ടി പോലെ ഇടാൻ വേണ്ടി തുടങ്ങി. എന്തൊക്കെയോ പറയുന്നത്, ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ഞാൻ പിന്നെ എന്താണ് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പുറം നിൽക്കുന്ന ആൾക്ക് എങ്ങനെ ഇതാവും എന്ന് വിചാരിച്ചിട്ടാണ് സംസാരിക്കാത്തത്. പക്ഷെ ഇതിനു മുന്നേ എന്നെ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി നന്മമരം ചമയുന്നൊന്ന് ആലോചിക്കണം. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞാനൊന്നും ഇട്ടിട്ടില്ല എന്നാണ്. ഈ സ്റ്റോറി ഇടുന്നതിന് 2-3 മണിക്കൂർ മുന്നേ പുള്ളിക്കാരി ഇട്ട സ്റ്റോറി എങ്ങനെയാണ്? ഒരാൾ ഇപ്പോ എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇവിടെ ആരുടെയും പിന്നെ എന്താണ് ഹരാസ്മെന്റും ബുള്ളിങ്ങും വെച്ച് പൊറപ്പിക്കില്ല, ഹരാസ്മെന്റും ബുള്ളിങ്ങും പ്രൊമോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. വിച്ച് മീൻസ് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ട് അടിച്ച് വിട്ടിട്ടുണ്ട്. അവൾ ഒരാൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ പോകുന്ന അക്കൗണ്ട് എല്ലാം കാണുന്ന പൊട്ടന്മാരൊന്നുമല്ല. ഒരാൾ റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് പോകുമെന്ന് പറയാൻ വേണ്ടി. ഇനി അത് മാത്രമല്ല, നീ മാസീവ് റിപ്പോർട്ട് അടിച്ചിട്ടും ഞാൻ ആ അക്കൗണ്ട് തിരിച്ചെടുത്തു. 2 പ്രാവശ്യം നീ റിപ്പോർട്ട് അടിച്ചിട്ട് കളഞ്ഞിട്ട് ഞാൻ ആ അക്കൗണ്ട് തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മെറ്റക്ക് അറിയാം ഞാൻ ഹരാസ്മെന്റ് അല്ല ബുള്ളിങ് അല്ല ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ എനിക്ക് എന്റെ അക്കൗണ്ട് തിരിച്ചെടുത്തത്. എന്നിട്ടും ആ അക്കൗണ്ട് നീ പിന്നെ റിപ്പോർട്ട് അടിച്ചിട്ട് പോകില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഹാക്കിംഗ് എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റി നീ ആലോചിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പൊ നീ ഇപ്പോ ഇനി ഈ അക്കൗണ്ട് അല്ല, ഞാനിപ്പോ എന്റെ മെയിൻ അക്കൗണ്ട് ഉണ്ട് അതും കൂടെ അടിച്ചു കളയാന്ന് വെച്ചിട്ട് അതിനും നിന്നിട്ടുണ്ടെങ്കിൽ
സി ഗേൾ, നീ ഇപ്പോ ഇന്നലെ നാളെ മിനിയാന്ന് പൊട്ടിമുളച്ച ഇതിലുണ്ടായിട്ട് കുറെ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഫോളോവേഴ്സിന്റെ ഇതിന്റെ ബലത്തിലാണ് നീ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. ഞാൻ നാളെ പുതിയൊരു അക്കൗണ്ട് ആക്കിയിട്ട് വരും, അതിനകത്ത് ഞാൻ വീഡിയോസ് ചെയ്യും. മനസ്സിലായ? നിന്നെ കണക്ക് 5 മാസം കൊണ്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതില് അഹങ്കരിക്കുന്ന ഒരാളല്ല ഞാൻ. 6 വർഷം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണത്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ. നിന്നെ കണക്കെ തുഴഞ്ഞു നീ എവിടെ തുഴഞ്ഞെന്നാ നീ പറയുന്നത്? തുഴച്ചിലൊക്കെ കേൾക്കണം എന്നുണ്ടെങ്കിൽ നീ എന്റെ ലൈഫ് സ്റ്റോറി കേൾക്കണം. അപ്പൊ നീ പറയും തുഴയൽ ഏതാണ് തുഴയലെന്ന്. ഞാൻ പക്ഷെ നിന്നെ കണക്കെ ഇല്ല, എന്താണ് ലൈഫ് സ്റ്റോറിയും പറ്റി സിമ്പതി കിട്ടാൻ വേണ്ടി ആ വീഡിയോ എടുത്ത് പിൻ ചെയ്ത് വെച്ചിട്ടൊന്നല്ല ഞാൻ റീച്ച് ഉണ്ടാക്കുന്നത്. അതിന്റെ കൂടെ നിന്റെ ഫാമിലിന്റെ അച്ഛന്റെ കാര്യം പറയാൻ വേണ്ടി തുടങ്ങിയ മോളെ, നീ അവിടെ കിടന്ന് ഉരുകി മെഴുകത്തേ ഉള്ളൂ. ഞാൻ അതുകൊണ്ടാണ് നിന്റെ അതിലോട്ടൊന്നും കടക്കാത്തത്. എന്നീ എന്നെ ചൊറിയാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് പറയാനേ ഉള്ളൂ. എനിക്ക് ഞാനത് പറയുന്നത് എന്റെ ഒരു അസ്യൂംസോ എന്റെ ഒരു ഊഹങ്ങളോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. കൃത്യമായ പ്രൂഫിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നിന്റെ നാട്ടിലുള്ള, നിന്റെ തന്നെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് അതിനുള്ള ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കും. അല്ലാണ്ട് വീഡിയോ ചെയ്തിട്ട് അതിനകത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വരെ അത് മുന്നോട്ട് വന്ന് അപ്പോളജൈസ് ചെയ്യാൻ പോലും നിന്നെ കൊണ്ട് വരൂല. എന്റെ ഭാഗത്ത് അങ്ങനത്തെ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട്, എനിക്ക് ഇന്നവർ അങ്ങനത്തെ ഒരു അപ്പോളജൈസ് ചെയ്തിട്ട് ഒരു പബ്ലിക്കിലോട്ട് വരേണ്ട കാര്യം പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാൻ എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നിൽ വന്ന് സോറി പറയും. എനിക്ക് അതിനകത്ത് ഒരു പേടി എനിക്കില്ല. സോറി പറയുന്നതെന്ന് വെച്ചാൽ മനുഷ്യന്മാരാണ്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നതിൽ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. നീ അതുപോലും ചെയ്യാൻ ധൈര്യമില്ലാത്തവളാണ് നീ. നിനക്ക് ഒറ്റക്കൊറ്റക്ക് മുട്ടിയിക്കാനോ ഒരു കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ കണ്ടന്റിന്റെ ബേസിൽ എടുത്തിട്ട് തിരിച്ചതിന് റിപ്ലൈ കൊടുക്കാനോ അതിനൊന്നും നിന്നെ കൊണ്ട് പറ്റൂല. നിനക്ക് വല്ലവരുടെ സപ്പോർട്ട് വേണം, വല്ലവരും നിന്നെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുവരണം, എല്ലാവരും നിന്നെ പാമ്പർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരണം. അതൊന്നും ചെയ്യാണ്ട് നിനക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഇങ്ങനെ കക്ഷത്തിനിടയിലാക്കി വെച്ചിട്ടുള്ള കുറെ ആൾക്കാരെ വെച്ചിട്ട് റിപ്പോർട്ട് എടുപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് അങ്ങ് പൂട്ടിപ്പിക്കുക. ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് റേറ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. ഒരു ഇൻഫ്ലുവൻസറിന് സ്വന്തം വിളിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഏറ്റവും നല്ല കുറച്ച് ക്വാളിറ്റീസ് എങ്കിലും നിനക്ക് നിന്റെ ലൈഫിൽ നിന്നിൽ ഉണ്ടായിരിക്കണം. ഏറ്റവും ബേസിക് നല്ല ക്വാളിറ്റീസ് ഒരാൾക്ക് ഉണ്ടാകുമ്പോഴേ അവർക്ക് ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ പറ്റും. നീ നിന്നെ തന്നെ വിളിക്കുന്നത് ഇൻഫ്ലുവൻസർ എന്നാണ്. ഓക്കെ, അപ്പൊ നീ എങ്ങനെയാണ് സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നീ ചിന്തിച്ചു നോക്ക്. ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് തിരിച്ച് സംസാരിക്കാനോ അതിനുള്ള കഴിവുകൾ പ്രതികരിക്കാനുള്ള കഴിവില്ലാണ്ട് അവർ അക്കൗണ്ട് അടിച്ച് കളയുന്നതല്ല ഈ പറഞ്ഞ ഇൻഫ്ലുവൻസ്.